ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കന്തശഷ്ടിയോടനുബന്ധിച്ചുള്ള ഇവിടെ കരമന ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കുറച്ച് വിശേഷങ്ങളാണേ. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ഗണപതിയുടെ അമ്പലം ഉണ്ട് കേട്ടോ, ചേർന്ന് തന്നെ ഇരിക്കുന്നത് ഒരു അമ്പലമാണേ. അവിടെ ആറും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ആന നിൽക്കുന്നത്. രാവിലെ നമ്മൾ അമ്പലത്തിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ശ്രീകണ്ഠ അമ്പലത്തിൽ തൊഴുതിയ ശേഷം നമ്മൾ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളതാണ് കേട്ടോ അമ്പലം, ഗണപതിയുടെ അമ്പലം കേട്ടോ. ഇവിടെ നമ്മുടെ വൈകിട്ട് കാവടിയുണ്ട്. കാവടിക്കായിട്ടുള്ള ആനയൊക്കെ കുളിപ്പിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ തന്നെ. ചെറിയ ആനയായിരുന്നു കേട്ടോ. നെയ്യാറ്റിൻകര കൃഷ്ണൻ കോവിലിലെ ആനയാണ് കേട്ടോ. ആദികേശവനാണേ. കുട്ടി ആനയായിരുന്നു, പക്ഷെ ആദികേശവ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മളെയൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇട്ടായിരുന്നേ. അപ്പോൾ ആനയൊക്കെ കണ്ട് ആനയ്ക്കൊക്കെ ഫുഡുകളൊക്കെ ഇങ്ങനെ എല്ലാവരും കൊടുക്കുമായിരുന്നു. പിന്നെ പഴങ്ങളൊക്കെ എല്ലാവരും മേടിച്ചുകൊണ്ടൊക്കെ വന്ന് കൊടുക്കുമായിരുന്നു. മുരുകൻ കോവിലിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അഭിഷേകത്തിനൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഷഷ്ടി എടുത്തിട്ടില്ല. ഷഷ്ടി വ്രതം അടുത്ത വർഷം എടുക്കണം എന്നുണ്ട് കേട്ടോ. ഇവിടെ വച്ചിട്ടാണ് കാവടിക്ക് നമ്മൾ കാവടി ശൂലമൊക്കെ കുത്തുന്നതും. പിന്നെ ഈ കാവടി വന്നിട്ട് നമ്മുടെ കൊഞ്ചിറവിള ദേവീക്ഷേത്രത്തിൽ പോകുന്നതാണ് കേട്ടോ. വൈകിട്ടാണ് കാവടിയൊക്കെ. എല്ലാ ആൾക്കാരൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടാണ് കാവടി. അപ്പോൾ വൈകിട്ട് ഒരു ഉച്ചയാകുമ്പോൾ 1-2 മണിയൊക്കെ ആകുമ്പോൾ ശൂലമൊക്കെ കുത്തി തുടങ്ങും. പറവ കാവടിയൊക്കെ ഒത്തിരി കാവടികളുണ്ടായിരുന്നേ. അങ്ങനെ എന്നിട്ട് ഇത് ഇറങ്ങി നേരെ കൊഞ്ചിറവിള ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ പോകുന്നത്. കൊഞ്ചിറവിള ദേവീക്ഷേത്രത്തിൽ ഈ അഗ്നിക്കാവടിയൊക്കെ ഉണ്ടായിരുന്നേ. നല്ല മഴ സമയമായിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് വെയിലുണ്ടായിരുന്നു, പിന്നെയൊക്കെ മഴയായിരുന്നു കേട്ടോ. എനിക്ക് ആനയ്ക്ക് ഇങ്ങനെ പഴമൊക്കെ വായിൽ വെച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കൊടുത്തില്ല. നല്ല പാവ ആനയായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഇവിടെ ഇരിക്കണം. തൊഴുതിട്ട് ഇങ്ങനെ ഇരുന്ന് കുറേ സമയം അവിടെ ഇരിക്കാനായിട്ട് നല്ല ഒരു അന്തരീക്ഷമാണ്. നമുക്ക് ഈ മുരുകസ്വാമിയെ തൊഴുതിട്ട് ഈ ബാക്ക് വഴി ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലത്താണ് ഇവിടെ ഗണപതിയുടെ അമ്പലം കേട്ടോ. ഒത്തിരി കുട്ടികൾ രാവിലെ തന്നെ പാൽക്കുടമൊക്കെ നിറയ്ക്കുമായിരുന്നു. കാവടികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്കാണ് ശൂലമൊക്കെ കുത്തുന്നത്. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ശൂലം കുത്തുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയപ്പോൾ പറവക്കാവടിയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് കാവടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ആന അലങ്കരിച്ചൊക്കെ റെഡിയാക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മഴയുണ്ടായിരുന്നു. ആന നല്ല മഴയത്തൊക്കെ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ആനയുടെ കൂടെ വീഡിയോ ഒക്കെ എടുത്തു. ഒത്തിരി ആൾക്കാർ ഫോട്ടോയും വീഡിയോ ഒക്കെ, എന്ന് വെച്ചാൽ പാവ ആനയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അടുത്ത് പോയി വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ആർക്ക് പേടിയൊന്നും തോന്നത്തില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ കാവടിയുടെ പൂജകളൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കാവടിയും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ആന പുറത്തെഴുന്നള്ളുന്നതൊക്കെ. മുരുകനായിട്ടൊക്കെ കുട്ടികളെയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദികേശവൻ നല്ല എല്ലാം ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുവാണേ. ഒത്തിരി മഴയുണ്ടാണോ എന്നറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സൗണ്ടിൽ വിളിക്കുന്നുണ്ടായിരുന്നു ആന.
കൊഞ്ചറോള അമ്പലത്തിലോട്ട് പോയി വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മഴ കാരണം അങ്ങോട്ടൊന്നും എനിക്ക് പോകാനേ പറ്റിയിട്ടില്ല. അഗ്നിക്കാവടിക്ക് ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക.